ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ റീയൂസ് ചെയ്ത് ഗാർഡനിൽ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലല്ല, അത് വിനാഗിരി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ അടിവശം ഒരു പ്രത്യേക നല്ലൊരു ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത്. ഒരു 1/4 ഭാഗത്ത് വെച്ച് നമ്മളത് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ബോട്ടിലിൻ്റെയും ഏകദേശം ഒരേ സൈസിൽ വെച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ അങ്ങോട്ടും മാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല, ഏകദേശം. അപ്പോൾ അതാ കണ്ടോ, ഇത്രയ്ക്കൊരു ഭാഗമാണ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾക്ക് വേണമെങ്കിൽ ചെടി നടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പല ക്രാഫ്റ്റ് വർക്കുകൾക്കും നമുക്ക് അതും ഉപയോഗിക്കാം. അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വല്ല പപ്പടം കുത്തിയോ ചാക്കുന്നൂലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പഞ്ച് ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു ഹോള് മാത്രം ഞാൻ പഞ്ച് ഉപയോഗിച്ചിട്ട് ഇടുകയാണ്. ഒരേ ഒരു നേരെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, 2 ഹോളും. അപ്പോൾ നമ്മൾ കൊളുത്തിയിടുമ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ ഞാനൊരു പഴയ പപ്പടം കുത്തിയാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് അധികം കനമില്ലാത്തൊരു കുപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോളിട്ട് കിട്ടും. അപ്പോൾ ആ നന്നായി ചൂടായിരിക്കുന്നത് 4 ഹോളും ഒറ്റ ട്രിപ്പിന് തന്നെ എനിക്ക് ഇടാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ബോട്ടിലും ഞാൻ ആ ബോട്ടിലൊക്കെ ഒന്ന് കഴുകിയെടുത്തത് അതുകൊണ്ടാണ് ഇത്ര ഒരു വെള്ളത്തിൻ്റെ ഒരു നനവ്. അപ്പോൾ അങ്ങനെ എല്ലാതും ഹോളിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ 4 ഡ്രെയിനിൻ്റെ ഹോള് താഴ്ത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ സൈഡിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് ചെടി നടാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാപ്പിൽ നമ്മളൊരു 3-4 ഹോളിട്ട് വെക്കണം നല്ലതാണ്. അപ്പോഴും അതിൻ്റെ വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഇതും ഉപയോഗിച്ച് ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 4 കളർ പെയിൻറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു ഓറഞ്ചും റെഡും പിന്നെ ഒരു യെല്ലോ കളറും വൈറ്റും. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ നീലയാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മളുടെ ഇത് ഇനാമൽ പെയിൻ്റാണ് കേട്ടോ. നമ്മൾ ജനലക്കമ്പി ഗ്രില്ലൊക്കെ പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ 100 ml ബോട്ടിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെയിൻറ്റ് കടയിൽ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ 2-3 കളറാണ് വാങ്ങിക്കാനായിട്ട് ചെന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ ഇത് എന്തിനാണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കുപ്പി പാട്ടയൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ചെടി നടാനാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നായിരുന്ന കുറച്ച് ഓൾഡ് സ്റ്റോക്ക് പെയിൻറ്റൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ ആ ചേട്ടൻ ഭരതൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ അവർ വീടൊക്കെ പണിതത് ഭരതനാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനിൽ എനിക്കൊരു ബ്രഷും കുറച്ച് പഴയ അവിടെ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ഇരുന്നായിരുന്ന പെയിൻറ്റൊക്കെ തന്നു. പക്ഷേ പെയിൻറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങൾക്കൊരു ഗ്ലാമർ കുറവുണ്ടായിരുന്നു എന്നുള്ളൂ. പെയിൻറ്റൊക്കെ നല്ല കണ്ടീഷനായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ബോട്ടിൽ തിന്നറും വാങ്ങിച്ചു. കാരണം ഈ ബ്രഷൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ തിന്നർ വേണമല്ലോ. തിന്നർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പം മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണയിലിട്ട് വെച്ചാലും മതി കേട്ടോ. നമ്മുടെ പെയിൻറ്റിങ് ആവശ്യം കഴിയുമ്പോൾ അത് മണ്ണെണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഇളകി ക്ലിയറായിട്ട് കിട്ടും. നമ്മുടെ കയ്യിലാവാതെ പരമാവധി ശ്രദ്ധിക്കുക. കയ്യിലായാലും ഈ പറഞ്ഞ പോലെ തിന്നർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊടിപ്പിച്ച് വേഗം കഴുകിയെടുത്താൽ മതി കൈ. ഇപ്പോൾ ഒരുവിധം ക്ലിയറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പഴയ ബോട്ടിലുകൾ ഇതൊക്കെയാണ്. പക്ഷേ പെയിൻറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുപ്പിയൊക്കെ ഒത്തിരി നിറം ഭംഗിയിട്ടുണ്ടെന്നുള്ളൂ. മറ്റേ ബർജറിൻ്റെ അപ്പുറത്തിരിക്കുന്ന കുപ്പി കണ്ടില്ലേ, നല്ല ക്ലീനാണ്. ഇപ്പോൾ ഇതാ തിന്നറിലിട്ട് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ശരിക്കും പെയിൻ്റ് അടിക്കാൻ അറിയണ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കൊന്നും അരുത് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്. പണ്ട് ചേച്ചിമാരുടെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അവരുടെ ഈ പെയിൻ്റ് അടിക്കണ പാത്രവും ബ്രഷൊക്കെ എടുത്തിട്ട് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കും. അങ്ങനെയാണ് നമ്മൾ പെയിൻ്റ് അടി പഠിച്ചത് കേട്ടോ. ഇങ്ങനത്തെ ഒരാവശ്യങ്ങൾക്ക് അല്ല, ശരിക്കും പെയിൻ്റ് അടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിതിൽ ഇഷ്ടമുള്ള കളറുകൾ അടിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് കളറ് മിക്സ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ഇപ്പോൾ വെള്ള കളർ ഏതിലെങ്കിലും മിക്സ് ചെയ്താൽ ഇതിൻ്റെ ലൈറ്റ് കളർ കിട്ടും. അങ്ങനെ എന്തെങ്കിലും മിക്സിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പുതിയ കളറുകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്തിരി ഡാർക്ക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ള പെയിൻറ്റ് ചേർക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും കളറുകൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പുതിയ കളറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയ്യിലൊന്നും ബ്രഷ് ആവാതെ ആക്കിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ ഇങ്ങനെ കളർ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കാണാനായിട്ടൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളർ അടിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഒരു കളറല്ലേ കാണുക. അപ്പോൾ അതിനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഷെല്ല് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെല്ലെന്ന് പറയുകയാണെങ്കിൽ സിൽവർ കളർ ഷെല്ലാണ്. അപ്പോൾ അത് ഒരു ചെറിയ പാക്കറ്റിൽ തന്നെ ഒരുപാട് ഷെല്ലുണ്ടായിരുന്നു. ടൈലറിങ്ങിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ത്രെഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് തൃശ്ശൂർ. അതിപ്പോൾ ഫെജി അങ്ങനത്തെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന എല്ലാ കടയിലും ഉണ്ടായിരിക്കും തോന്നുന്നു. 10 രൂപയുടെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. കുറേ ഷെല്ലുണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനും ഉപയോഗിക്കാം. ഒരുപാട് ഷെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെയാണ് ഇങ്ങനെ ഒട്ടിച്ചത്. പക്ഷേ അതിനായിട്ട് നല്ലത് നമുക്കതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒട്ടിക്കുന്നതായിരിക്കുന്നത്. കണ്ടു 10 രൂപയ്ക്ക് ഇത്രയും ഷെല്ലുണ്ട്. അപ്പോൾ അത് നല്ല ഗ്ലേസിങ് ഉണ്ട്. സിൽവർ കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറുണ്ട്. അതിന് 15 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബ്രഷ് കളർ മാറ്റാനായിട്ട് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ മറ്റേ അപ്പർ പോർഷനിലും ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തല തിരിച്ച് വെച്ചിട്ട് അതിലും ചെടി നടാനോ ഹാങ്ങിങ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മൾ അധികം നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ കയ്യിലാവും, എന്നാലും പരമാവധി കയ്യിലൊന്നും ആവാതെ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പേപ്പർ വിരിച്ചിരിക്കുന്നത് തന്നെ അധികം നിലത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാൽ ഞാൻ ആ പെയിൻറ്റിനോട് കൂടി ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായിട്ടൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പെയിൻറ്റ് ഒലിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കളറ് ആ പച്ച കളറ് പിടിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വിരലൊക്കെ കൊണ്ടിട്ട് കുറച്ച്, അപ്പോൾ അതിൻ്റെ പാച്ച് വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഹാങ്ങിങ് ഗാർഡൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇത്. ഇത് റെഡ് കളറാണ്. റെഡ് കളർ കുറച്ച് ഇങ്ങനെ ഒരു ലൂസ് ടൈപ്പാണ്. അപ്പോൾ തിന്നറിലൊക്കെ കഴുകിയെടുത്ത് നന്നായിട്ട് കോട്ടൺ തുണിയിൽ തുടച്ചെടുത്തതിന് ശേഷം നമ്മളിത് കളർ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡ് കളറ് ചില പെയിൻറ്റുകൾ നല്ല ലൂസായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ എല്ലാതും നമുക്ക് അങ്ങനെ കയ്യിൽ ഒട്ടണമൊന്നുമില്ല. ഇനി എന്ത് വേണമെങ്കിൽ നമ്മൾ പെയിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളപ്പോൾ 2 കളറൊക്കെ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത് ചെയ്യുക. ഇപ്പോൾ ഇതാ ഇത് ഒരു പഴയ കുപ്പിയായിരുന്നു കേട്ടോ. പഴയ ബോട്ടിലാണ്. അതിൽ ഞാൻ മുന്നേ ചെടി നട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ചെടി നടുന്ന വീഡിയോ, ഇത്തിരി പഴയൊരു വീഡിയോ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 കൊല്ലം മുന്നത്തെ ഒരു വീഡിയോ ആണത്. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഡെക്കറേഷൻ വർക്കുകളൊക്കെ ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ റോസ് കിട്ടിയിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ പഴയൊരു ബോട്ടിലാണ്. ഞാൻ ഉൾവശത്തൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ. പുറം വശത്ത് മാത്രമേ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ. ഉള്ളിൽ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ഒരു കുന്നിക്കുരുവിൻ്റെ ഒരു കോമ്പിനേഷനാണ് റെഡും ബ്ലാക്കും വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ ഞാൻ ഇതിന് ശേഷമാണ് പശ ഒട്ടിക്കാൻ പോകുന്നത്, ഈ ഷെല്ല് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫെവിക്കോളിൻ്റെ ഒരു A+ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇതുണ്ടല്ലോ, നല്ല പശയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു കുഞ്ഞു ഡ്രോപ്പ് നമ്മളത് ഒറ്റിച്ചതിന് ശേഷം ഈ ഒരു ഷെല്ല് വെച്ച് കൊടുത്താൽ വേഗം തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളം നനഞ്ഞാലൊന്നും അങ്ങനെ പോരുന്നൊന്നുമില്ല. അപ്പോൾ ഫെവിക്കോളിൻ്റെ ഈ പശ കുഴപ്പമില്ല, നമുക്ക് വേറെ മറ്റ് ബോട്ടിലായിട്ട് വരണതൊക്കെ ഒരു ഡ്രോപ്പായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇത് പെട്ടെന്ന് തന്നെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വര കുഴിയല്ലാതെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് പശ ഒട്ടി കിട്ടും. ഇത് സാധാരണ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മുന്നേ ഹോളും അതുപോലെ കൊളുത്തിടാനുള്ള ഹോളൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഈ ബ്ലൂ കളറ്, ഗ്രീൻ കളറ് എല്ലാത്തിലും നമ്മൾ സിൽവർ കളർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിൽവർ കളറാവും എല്ലാ കളർ ഷെല്ലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ സിൽവർ കളർ വാങ്ങിച്ചത് എല്ലാത്തിനും അത് കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. എല്ലാത്തിനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത്. ഇതൊക്കെ വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ് കേട്ടോ.
ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഓരോ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതാ ഇതെല്ലാവരും നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പച്ച കളർ അടിച്ചതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ചില്ലി എന്ന് പറയുന്ന ഒരു വിനാഗിരിയുടെ ബോട്ടിലാണ്. അപ്പോൾ ഇപ്പോൾ വിനാഗിരി നമ്മൾ കുക്കിംഗ് ആവശ്യത്തിന് അത് ഉപയോഗിക്കാറില്ല. ക്ലീനിങ് പർപ്പസിന് ഇപ്പോൾ മസ്റ്റായിട്ടും വിനാഗിരിയും സോഡാപ്പൊടിയൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഈ ബോട്ടിലിനൊരു പ്രത്യേക നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാണ്. ഇപ്പോൾ റെഡ് കളറിലായാലും ഏത് കളറിലായാലും സിൽവർ കളർ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതൊക്കെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് അപ്പോഴൊക്കെ എല്ലാം പെരക്കി എടുത്ത് വെക്കട്ടെ. പെട്ടെന്ന് ഈ പെയിൻറ്റ് ഇപ്പോൾ അഥവാ കട്ട പിടിച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് തിന്നർ ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൽ ലേസ് ഒട്ടിക്കണത് കാണിക്കുകയാണ്. അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ലേസ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ ലേസൊന്നും നമ്മൾ ഇത് മീറ്ററിന് 25 രൂപ 30 രൂപ അങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ പഴയ കുട്ടികളുടെ ഉടുപ്പുമ്മലോ ഷോളുമ്മലോ സാരിമ്മലോ ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലേസ് ഉണ്ടായിരിക്കും. നമ്മൾ പഴയതായിട്ട് കളയുമ്പോൾ അതുപോലത്തെ ഷോ ബട്ടനും ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെന്ന് എടുത്തു വെച്ചാൽ ഇതുപോലത്തെ ഓരോ ക്രാഫ്റ്റ് ഐറ്റം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് അതിനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ ഉള്ളതിലൊക്കെ ഞാൻ ലേസായിട്ട് ഒട്ടിച്ചത് മാളുവിൻ്റെ ഒരു പഴയ ഉടുപ്പിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ഒരു ലേസായിരുന്നു. ഇത് വേറൊരു ഷാളിൻ്റെ അറ്റത്തുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞയ്ക്ക് കറുപ്പല്ലേ കോമ്പിനേഷൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞയ്ക്ക് ഇത് കൊടുത്തത്. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും വർക്ക് കഴിഞ്ഞു. എല്ലാത്തിലും ചെടിയൊക്കെ നട്ട് അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് ഹാങ് ചെയ്ത് ഇടുക വേണ്ടു. അപ്പോൾ അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറുണ്ടല്ലോ, സുത്തല്ലി എന്ന് പറയുന്ന ഒരു പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കയറുണ്ടല്ലോ, ആ കയറാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതൊരു 5 രൂപയ്ക്ക് വലിയൊരു ബണ്ടിലായിട്ട് കിട്ടും. അപ്പം അത്യാവശ്യം വെയിറ്റ് താങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 2 ഇഴയിലും കോർത്തിട്ട് ഇടാവുന്നതാണ്. കണ്ടോ, ഇത്രയ്ക്കൊരു കനമുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ക്രോഷ്യ സൂചി വെച്ചിട്ട് ഇത് കോർത്തിട്ട് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് കോർത്തിട്ടും ഇടാം. അപ്പോഴും നല്ല ബലമായിരിക്കും. അത് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടുത്ത വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കെട്ടുകമ്പി ഉണ്ടല്ലോ, ഒരു 15 രൂപയ്ക്ക് ഇഷ്ടം പോലെ നമുക്ക് കെട്ടുകമ്പിയായിട്ട് കിട്ടും. അപ്പം അത് കട്ട് ചെയ്തിട്ടായാലും ഇതിങ്ങനെ കോർത്തിടാൻ ഉപയോഗിക്കാം. അപ്പം നമ്മൾക്ക് ഇതുപോലെ ഉള്ളിൽ 3-4 വട്ടം കെട്ടിട്ട് കഴിഞ്ഞാൽ വലിയ കെട്ടായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഹോളിനെക്കാട്ടും വലിയ കെട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിൽ നല്ല ഭംഗിയിൽ തടഞ്ഞ് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോർത്തിട്ട് സാധാരണ പോലെ കോർത്തിട്ടും കെട്ടിടാം. അതിപ്പോൾ ബലം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 2 ഇഴയായിട്ടും ചെയ്യാം. അതൊക്കെ നമ്മളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമുക്കത് എല്ലാതും ഞാൻ ഒരേ ത്രെഡ് ഉപയോഗിച്ചത് അതൊരു യൂണിഫോമിറ്റി ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ 3-4 വട്ടം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ തടഞ്ഞു തന്നോളും. അത് കഴിഞ്ഞ് നമ്മൾ മണ്ണ് കൂടി നിറയ്ക്കുമ്പോൾ മണ്ണ് നമ്മൾ കല്ലൊന്നും ഇല്ലാതെ വേണം കേട്ടോ നിറയ്ക്കാനായിട്ട്. അത് മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം അത് വെയിറ്റ് വരുമ്പോൾ അതിൻ്റെ വളവൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ അതിങ്ങനെ വട്ടത്തിലിങ്ങനെ ചുരുട്ടിയിട്ടാവുമല്ലോ നമ്മൾക്കിത് കിട്ടുക ഈ ത്രെഡ്. ഇപ്പോൾ അതാ ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറച്ച് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗാർഡൻ ആയാലും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ നിങ്ങളും ഇങ്ങനെ മൾട്ടി കളറിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ 3-4 കളറുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പലതരം കളറിൽ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ വെറുതെ മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ലുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായി കുപ്പികൾ ഉപയോഗിക്കലായി. ഇത് ഒരു പഴയ ബോട്ടിലാണ് കേട്ടോ, ഒരു ടോണിക്കിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇതിൽ ചെടി നടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഒരു 2-3 വർഷം മുൻപുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ, അന്ന് എനിക്ക് ചാനലൊന്നുമില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയാണ് ഇപ്പോൾ വീണ്ടും പെയിൻ്റ് അടിച്ചിട്ട് ഈ രൂപത്തിലാക്കിയിരിക്കുന്നത്. ഇതൊരു പശുവിൻ്റെ ഒരു തീമാണ് മാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു പുള്ളിപ്പശു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക, എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.